എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ IT ആൻഡ് സൈബർ ലോ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. റിവിഷൻ സെഷൻ 2. സെഷൻ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത് 23 ഏപ്രിൽ 2024 കേരഫെഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടത്തിയ കേരള PSC എക്സാമിൻ്റെ IT ആൻഡ് സൈബർ ലോ എന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ? ഓപ്ഷൻ എ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, ഓപ്ഷൻ ബി റെഡ് ഹാറ്റ്, ഓപ്ഷൻ സി ഇംപ്രസ്, ഓപ്ഷൻ ഡി ഗൂഗിൾ സ്ലൈഡ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത്, നോട്ട് എ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി റെഡ് ഹാറ്റ്. റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനക്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റെഡ് ഹാറ്റ്. ബാക്കി മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, ഇംപ്രസ്, ഗൂഗിൾ സ്ലൈഡ്സ്, ഇത് മൂന്നും പ്രസന്റേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് റെഡ് ഹാറ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി റെഡ് ഹാറ്റ്. ഇനി നമുക്ക് സാധാരണ PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്, ഏതാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഏതാണ് സ്പ്രെഡ്ഷീറ്റ്, ഏതാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ നോക്കാം. വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ്, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ്, അതുപോലെ തന്നെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് സാധാരണ ചോദിക്കുന്ന കമ്പനികൾ, ആദ്യം മൈക്രോസോഫ്റ്റിന്റെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഏതാ? MS വേർഡ്. MS വേർഡ് ആണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റിന്റെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് MS വേർഡ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഏത്? MS Excel. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഏത്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, MS പവർ പോയിന്റ്. ഇത്രയാണ് മൈക്രോസോഫ്റ്റിന്റെ. ഇനി അടുത്ത കമ്പനി നോക്കാം, ആപ്പിൾ. ആപ്പിളിന്റെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഏതാ? പേജസ്. ആപ്പിളിന്റെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് പേജസ്. ആപ്പിളിന്റെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് ഏതാ? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്പേഴ്സ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്പേഴ്സ്. ആപ്പിളിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഏതാ? കീനോട്ട്. ആപ്പിളിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് കീനോട്ട്. അപ്പോൾ ആപ്പിളിന്റെ 3 എണ്ണം: വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ പേജസ്, സ്പ്രെഡ്ഷീറ്റ്, നമ്പേഴ്സ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് കീനോട്ട്. ഇനി അടുത്ത കമ്പനി നോക്കാം, ഗൂഗിൾ. ഗൂഗിളിന്റെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഏതാ? ഗൂഗിൾ ഡോക്സ്. ഗൂഗിളിന്റെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏതാ? ഗൂഗിൾ ഷീറ്റ്. ഇനി ഗൂഗിളിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഏതാ? ഗൂഗിൾ സ്ലൈഡ്. ഇനി ഓപ്പൺ ഓഫീസ് നോക്കാം. ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫ്രീ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ഓഫീസ്. ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ്. ഓപ്പൺ ഓഫീസിലെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഏതാ? ഓപ്പൺ ഓഫീസ് റൈറ്റർ. ഓപ്പൺ ഓഫീസ് റൈറ്റർ ആണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ഇനി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏതാ? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് കാൽക്ക്. ഓപ്പൺ ഓഫീസ് കാൽക്ക്. ഇനി പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഏതാ? ഓപ്പൺ ഓഫീസിലെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇംപ്രസ്. നോക്കാം, സാധാരണയായിട്ട് ഓഫീസിന്റെ ബേസിൽ നമുക്ക് ചോദിക്കുന്നത് ഈ 3 എണ്ണമാണ്. ഏതാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഏതാണ് സ്പ്രെഡ്ഷീറ്റ്, ഏതാണ് പ്രസന്റേഷൻ. അപ്പോൾ 3 കമ്പനിക്കാരുടെ മെയിനായിട്ട് ഇതിൻ്റെ മൈക്രോസോഫ്റ്റിന്റെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് MS വേർഡ്, സ്പ്രെഡ്ഷീറ്റ് ആണ് MS Excel, പ്രസന്റേഷൻ ആണ് MS പവർ പോയിന്റ്. ഇനി അതുപോലെ ആപ്പിൾ കമ്പനിക്കാരുടെ, ആപ്പിളിന്റെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് പേജസ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്പേഴ്സ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് കീനോട്ട്. അടുത്താണ് ഗൂഗിൾ. ഗൂഗിളിന്റെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് ഡോക്സ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഷീറ്റ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്ലൈഡ്. ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്സ്. ഇനി ഫ്രീ സോഫ്റ്റ്വെയർ, ആ കൺസെപ്റ്റ് ആണ് ഓപ്പൺ ഓഫീസ്. ഓപ്പൺ ഓഫീസിൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് കാൽക്ക്. ഓപ്പൺ ഓഫീസിലെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇംപ്രസ്. ഇപ്പോൾ നോക്കാം, MS പവർ പോയിന്റ്, അതുപോലെ സ്ലൈഡ്, അതുപോലെ ഇംപ്രസ്, ഇത് 3 ഓപ്ഷനിൽ വന്നിട്ടുണ്ട്.
പവർ പോയിന്റ്, ഇംപ്രസ്, ഗൂഗിൾ സ്ലൈഡ്സ്, ഇതെല്ലാം പ്രസന്റേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ ഇതിൽ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അല്ലാതെ റെഡ് ഹാറ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി, റെഡ് ഹാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഇൻക്ലൂഡഡ് ഇൻ സിസ്റ്റം സോഫ്റ്റ്വെയർ? ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി ഡ്രൈവർ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? താഴെ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പോണൻസിൽ ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, ഡ്രൈവർ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരിക്കും വരിക? ഡി, ബോത്ത് എ ആൻഡ് ബി. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഡ്രൈവർ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? ഒരു ഹാർഡ്വെയറിനെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ബേസിക് ഫംഗ്ഷനിങ് ഹാർഡ്വെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഉള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. യൂസറും ഹാർഡ്വെയറും തമ്മിലുള്ള ഇൻ്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും യൂസറിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേസ് അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ഡ്രൈവർ സോഫ്റ്റ്വെയർ? നമ്മൾ പുതിയൊരു പ്രിൻ്റർ വാങ്ങിച്ചു, HP ലേസർജെറ്റ് 1100. അപ്പോൾ ആ പ്രിൻ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് കൂടെ CD കിട്ടും. അത് ആ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയറാണ്. ആ പ്രിൻ്ററിൻ്റെ ഹാർഡ്വെയർ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തരുന്നതാണ് ആ ഡ്രൈവർ സോഫ്റ്റ്വെയർ. ആ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താലാണ് ആ പ്രിൻ്റർ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ, പ്രിൻ്റ് ചെയ്ത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഡ്രൈവർ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. കൂടെ തന്നെ ഓർത്തിക്കുക യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. ഒരു കമ്പ്യൂട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. അതും ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. കൂടാതെ തന്നെ ഓർത്തിക്കുക പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സായ കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ, ഇത് മൂന്നും സിസ്റ്റം സോഫ്റ്റ്വെയർസാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സായ കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ, അത് മൂന്നും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, ബോത്ത് എ ആൻഡ് ബി. എന്താണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് തൊട്ടുമുമ്പ് പഠിച്ചായിരുന്നുള്ളൂ. എക്സാമ്പിൾ ഏതായിരുന്നു? MS വേർഡ്. അത് സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ്. സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിന് പറയുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എക്സാമ്പിളാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ആ വേർഡ് പ്രോസസ്സിങ്ങിനകത്ത് വരുന്നതാണ് MS വേർഡ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ട്രാൻസ്ലേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? ഓപ്ഷൻ എ കമ്പൈലർ, ഓപ്ഷൻ ബി ഇൻ്റർപ്രറ്റർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി അസംബ്ലർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? ഏതൊക്കെ ട്രാൻസ്ലേറ്റേഴ്സാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഉപയോഗിക്കുന്നത്? കമ്പൈലർ, അത് ഇൻ്റർപ്രറ്റർ. അത് കമ്പൈലറും ഇൻ്റർപ്രറ്ററും ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ട്രാൻസ്ലേറ്റേഴ്സാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ബോത്ത് എ ആൻഡ് ബി. നോക്കാം, ബേസിക് കൺസെപ്റ്റ് മാത്രം നോക്കാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ഇതിലെ മെഷീൻ ലാംഗ്വേജിന് ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമുണ്ടോ? മെഷീൻ ലാംഗ്വേജിന് ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല. അതിലുപയോഗിക്കുന്നത് ബൈനറി ലാംഗ്വേജാണ്, 0 1 ആണ്. അതായത് കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയാലും മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം എഴുതണമെങ്കിൽ ട്രാൻസ്ലേറ്ററിന് ആവശ്യമില്ല. നോ ട്രാൻസ്ലേറ്റർ ഈസ് നീഡഡ്. മെഷീൻ ലാംഗ്വേജിന് ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല. അതായത് 0101 അതാണ് ഉപയോഗിക്കുന്നത് മെഷീൻ ലാംഗ്വേജ്. ബട്ട് നോ ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യതയില്ല. അടുത്താണ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് കോഡ്സ്, അതിന് പറയുന്ന പേരെന്താ? ന്യൂമോണിക്സ്. അസംബ്ലി ലാംഗ്വേജിലെ ഷോർട്ട് കോഡ്സിന് പറയുന്ന പേരാണ് ന്യൂമോണിക്സ്. അതായത് ആഡ് A, B, മൂവ് A, B, അങ്ങനെയുള്ള ഷോർട്ട് കോഡ്സ് അതാണ് അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആ ഷോർട്ട് കോഡ്സിനെ പറയുന്ന പേരാണ് ന്യൂമോണിക്സ്.
ഈ ഷോർട്ട് കോഡ്സ്, ഈ ന്യൂമോണിക്സ് മൈക്രോ പ്രോസസറിന് മനസ്സിലാവില്ല. മൈക്രോ പ്രോസസറിന് മനസ്സിലാകുന്ന ആകെ ഒരു ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജാണ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യണം, എന്നാലാണ് കമ്പ്യൂട്ടറിന് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജാണ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനായിട്ട് ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. ആ ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ. ട്രാൻസ്ലേറ്ററിൻ്റെ പേരാണ് അസംബ്ലർ. അതിന് എക്സാമ്പിളാണ് മാസവും ടാസവും. മൈക്രോസോഫ്റ്റ് മാക്രോ അസംബ്ലറും ടർബോ അസംബ്ലറും ഇതൊക്കെ അസംബ്ലറിന് എക്സാമ്പിളാണ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ. ഇനി ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കുകയാണ്, ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ട്രാൻസ്ലേറ്റർ ചെയ്ത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ. മെഷീൻ ലാംഗ്വേജിന് ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജിലെ ട്രാൻസ്ലേറ്റർ അസംബ്ലറാണ്. ഇനി അടുത്ത് നോക്കാം ഹൈ ലെവൽ ലാംഗ്വേജ്. അത് നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, അതായത് C++, ജാവ, PHP ഇതെല്ലാം ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിലെല്ലാം നമുക്ക് മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യണം. ആ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാനായിട്ട് രണ്ട് ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ രണ്ട് ട്രാൻസ്ലേറ്റേഴ്സ്, ഒന്ന് കമ്പൈലർ, രണ്ട് ഇന്റർപ്രറ്റർ. കമ്പൈലർ ഇന്റർപ്രറ്ററും ചെറിയ വ്യത്യാസമുള്ളൂ. കമ്പൈലർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? എൻ്റെ പ്രോഗ്രാം ഒരുമിച്ചാണ് കൺവേർട്ട് ചെയ്യുക. എൻ്റെ പ്രോഗ്രാം, അതായത് ഇപ്പോൾ 10 ലൈനുള്ള പ്രോഗ്രാം ആണെങ്കിൽ ആ 10 ലൈനുള്ള പ്രോഗ്രാം ഒരുമിച്ച് ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൽ ബഗ്സ് ഉണ്ടോ നോക്കും. അതിൽ ബഗ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ഡീബഗ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കമ്പൈലർ എൻ്റെ പ്രോഗ്രാം എല്ലാ പ്രോഗ്രാം, ഇപ്പോൾ 10 ലൈനുള്ള പ്രോഗ്രാം ആണെങ്കിൽ 10 ലൈനെ ഒരുമിച്ചാണ് കൺവേർട്ട് ചെയ്യണത്. എൻ്റെ പ്രോഗ്രാം കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ. ഇന്റർപ്രറ്റർ എങ്ങനെ ചെയ്യുക? ലൈൻ ബൈ ലൈൻ, വരി വരിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഇന്റർപ്രറ്റർ. അതായത് ആദ്യത്തെ ലൈൻ ചെക്ക് ചെയ്ത് അതിൽ ബഗ്സ് ഉണ്ടോ നോക്കി ഡീബഗ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇന്റർപ്രറ്റർ. വരി വരിയായിട്ടുള്ള കൺവേർഷനാണ് ഇന്റർപ്രറ്ററിൽ, ലൈൻ ബൈ ലൈൻ. പുറത്തേക്ക് കമ്പൈലർ എൻ്റെ പ്രോഗ്രാം എടുത്ത് കൺവേർട്ട് ചെയ്യുന്നു. ഇന്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട്. ഇപ്പോൾ നമ്മോട് ചോദിച്ചത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഇതൊക്കെയാണ്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ രണ്ട് ട്രാൻസ്ലേറ്ററുള്ളൂ, കമ്പൈലറും ഇന്റർപ്രറ്ററും. ഇപ്പോൾ എയും ബിയും ആണ് ആൻസർ. ഇപ്പോൾ സി ബോത്ത് എ ആൻഡ് ബി. സി ഓപ്ഷനിലാണ് ബോത്ത് എ ആൻഡ് ബി ഒന്നാണ്. ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ബോത്ത് എ ആൻഡ് ബി. ലോ ലെവൽ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് വയ്ക്കുകയാണെങ്കിൽ അസംബ്ലറാണ്. ഇപ്പോൾ ഹൈ ലെവൽ വെച്ചുകൊണ്ട് ആൻസർ ബോത്ത് എ ആൻഡ് ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹൂ സൈൻഡ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഓൺ 9th June 2000 വാസ്? ഓപ്ഷൻ എ പ്രണബ് മുഖർജി, ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം, ഓപ്ഷൻ സി KR നാരായണൻ, ഓപ്ഷൻ ഡി പ്രതിഭ പാട്ടീൽ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? IT ആക്ട് 2000 2000 ജൂൺ 9 ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആര്? നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി KR നാരായണൻ. ഓർത്തേക്കുക, ഫസ്റ്റ് സൈബർ ലോ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ നിയമമാണ് IT ആക്ട് 2000. IT ആക്ട് 2000 എന്നാണ് പാസ്സാക്കിയത്? പാസ്ഡ് ഓൺ. IT ആക്ട് 2000 പാസ്സാക്കിയ വർഷമാണ് 2000 ജൂൺ 9. 2000 ജൂൺ 9 അത് പാസ്സാക്കിയത്. 2000 ജൂൺ 9 പാസ്സാക്കിയതിനു ശേഷം അതെന്നാ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്? കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. എന്നാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്? കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. പ്രാബല്യത്തിൽ വന്നത് 2000 ഒക്ടോബർ 17 2000 ഒക്ടോബർ 17 അത് പ്രാബല്യത്തിൽ വന്നു. ജൂൺ 9 പാസ്സാക്കി, ഒക്ടോബർ 17 പ്രാബല്യത്തിൽ വന്നു. പിന്നീട് വർഷം കടന്നുപോയി. IT ആക്ട് 2000 അമൻഡ് ചെയ്തപ്പെട്ട വർഷം ഏതാ? അമൻഡ് ചെയ്ത വർഷം 2008. അമൻഡ് ചെയ്ത വർഷമാണ് 2008. 2008 IT ആക്ട് 2000 അമൻഡ് ചെയ്യുന്നത്. IT ആക്ട് 2000 അമൻഡ് ചെയ്ത വർഷം 2008. 2008 അമൻഡ് ചെയ്തതിനു ശേഷം IT ആക്ട് 2008 ആ അമൻമെന്റ് ആക്ട് എന്നാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്? പിറ്റേ വർഷമാണ് പ്രാബല്യം. അത് പ്രാബല്യത്തിൽ വന്നത് പിറ്റേ വർഷത്തിൽ. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2009 ഒക്ടോബർ 27 അമൻമെന്റ് ആക്ട് പ്രാബല്യത്തിൽ വന്നു. അമൻഡ് ചെയ്ത വർഷം 2008. ആ അമൻമെന്റ് പ്രാബല്യത്തിൽ വന്നത് പിറ്റേ വർഷത്തിലാണ്, 2009 ഒക്ടോബർ 27. ഇതെല്ലാം സ്ഥിരം ക്വസ്റ്റ്യൻസാണ്. ഇനി ഈ അമൻമെന്റിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റാണ് പ്രതിഭ പാട്ടീൽ. അമൻമെന്റിൽ ഒപ്പിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഭ പാട്ടീൽ.
IIT Act 2000-ലാണെങ്കിൽ KR നാരായണൻ, 2008-ലാണെങ്കിൽ പ്രതിഭ പാട്ടിൽ. അപ്പോൾ നമ്മൾ 2000 വെച്ച്, അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി KR നാരായണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെമ്മറി സെൽ റിക്വയേഴ്സ് റിഫ്രഷിംഗ് സർക്യൂട്ട് ടു റിട്ടൈൻ ദി ഡാറ്റ? ഓപ്ഷൻ എ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ ബി സ്റ്റോക്കാസ്റ്റിക് റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ സി ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ ഡി ഡുവൽ റാൻഡം ആക്സസ് മെമ്മറി. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? താഴെ കൊടുത്തിരിക്കുന്ന ഏത് മെമ്മറി സെല്ലിനാണ് ഡാറ്റ റീറ്റെയിൻ ചെയ്യാനായിട്ട് റിഫ്രഷിംഗ് സർക്യൂട്ട് ആവശ്യമായി വരുന്നത്? ഡാറ്റ നിലനിർത്താനായിട്ട് റിഫ്രഷിംഗ് സർക്യൂട്ട് ആവശ്യം വരുന്ന മെമ്മറി സെല്ല് ഏതാണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി DRAM, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിക്കാണ് ഡാറ്റ റീറ്റെയിൻ ചെയ്യാനായിട്ട് റിഫ്രഷിംഗ് സർക്യൂട്ട് ആവശ്യമായി വരുന്നത്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി നെറ്റ്വർക്ക് ഡിവൈസ് വിച്ച് കണക്ട്സ് ടു ഡിസിമിലർ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്. ഓപ്ഷൻ എ ഗേറ്റ്വേ, ഓപ്ഷൻ ബി ബ്രിഡ്ജ്, ഓപ്ഷൻ സി ഹബ്ബ്, ഓപ്ഷൻ ഡി സ്വിച്ച്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? ഏത് നെറ്റ്വർക്ക് ഡിവൈസ് ഉപയോഗിച്ചാലാണ് 2 ഡിസിമിലർ ടൈപ്പ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക? ഏത് ഡിവൈസ് ഉപയോഗിച്ചാലാ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെഷൻ 1-ൽ പഠിച്ചതാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ഗേറ്റ്വേ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. നെറ്റ്വർക്കും ഡിഫറെൻ്റ് ആണ്, പ്രോട്ടോകോളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഗേറ്റ്വേ. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ഗേറ്റ്വേ. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് നെറ്റ്വർക്ക് ടൈപ്പ് ടെൻസ് ടു എക്സിബിറ്റ് ഹയർ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്സ്? ഓപ്ഷൻ എ മാൻ, ഓപ്ഷൻ ബി ലാൻ, ഓപ്ഷൻ സി വാൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? ഏറ്റവും ഹയർ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഉള്ള നെറ്റ്വർക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഇപ്പം 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സാധാരണയായിട്ട് വരുന്നത് സ്കൂള്, ഓഫീസ്, ബിൽഡിംഗ് ആ ഏരിയയിലാണ്. ഒരു സ്മോൾ ജിയോഗ്രാഫിക്കൽ ഏരിയയിലാണ് ലാൻ ഉൾപ്പെടുന്നത്. ഒരു സിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതിന് എക്സാമ്പിളാണ് കേബിൾ TV നെറ്റ്വർക്ക്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കേബിൾ TV നെറ്റ്വർക്ക് ഏതിന് എക്സാമ്പിളാണ്? അത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിലാണ്. ഒരു സിറ്റിക്കകത്താണ് മാൻ ഉൾപ്പെടുന്നത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇനി ഇന്റർ കണക്ട് കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിൽ കടന്നു പോകുന്നത്, അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്. അപ്പോൾ ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ കടന്നു പോകുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ചിന്തിച്ച് നോക്കിയേ, ഏതിലായിരിക്കും ഹയസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് നടക്കുക? ലാനിലായിരിക്കും. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ലാൻ. ലാനിലാണ്, ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ലാനിലാണ് ഏറ്റവും ഹയസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. അതിനുശേഷം മാൻ, അതിനുശേഷമാണ് വാൻ. ഹയസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ലാനിന്, അതിനുശേഷം മാന്, പിന്നെ വാൻ. ഏറ്റവും കുറവ് വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ലാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി HTML ടാഗ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് ഈസ്? ഓപ്ഷൻ എ ടെക്സ്റ്റ്, ഓപ്ഷൻ ബി ടെക്സ്റ്റ് ഏരിയ, ഓപ്ഷൻ സി പി, ഓപ്ഷൻ ഡി div. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? ഏത് HTML ടാഗാണ് ഉപയോഗിക്കണേ സ്പെസിഫൈ ചെയ്യാനായിട്ട് എ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട്? 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ടെക്സ്റ്റ് ഏരിയ. ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ടെക്സ്റ്റ് ടാഗ്. സിംഗിൾ ലൈൻ ആണെങ്കിൽ ടെക്സ്റ്റ് ടാഗ്. മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് ആണെങ്കിൽ ടെക്സ്റ്റ് ഏരിയ. ഒരു പാരഗ്രാഫിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് പി ടാഗ്. പാരഗ്രാഫിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന HTML ടാഗാണ് പി ടാഗ്. ഒരു HTML ഡോക്യുമെന്റിൽ ഒരു സെക്ഷനെ, ഒരു ഡിവിഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് div ടാഗ്. നമ്മൾ ചോദിച്ചത് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ടാണ്. മൾട്ടി ലൈൻ ആണെങ്കിൽ ടെക്സ്റ്റ് ഏരിയ. 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ടെക്സ്റ്റ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മീൻസ് ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ ആക്സസ് ദി ഡാറ്റ ആൻഡ് പ്രിവെൻസ് അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ? ഓപ്ഷൻ എ ഇന്റഗ്രിറ്റി, ഓപ്ഷൻ ബി അവൈലബിലിറ്റി, ഓപ്ഷൻ സി കോൺഫിഡൻഷ്യാലിറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ ആക്സസ് ദി ഡാറ്റ. ഓതറൈസ്ഡ് പേഴ്സൺ മാത്രമാണ് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ഗുണം? ഇറ്റ് പ്രിവെൻസ് അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ. അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ ഒഴിവാക്കാം. ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഏതിൻ്റെ മീനിങ് ആണെന്ന്? 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി കോൺഫിഡൻഷ്യാലിറ്റി. Confidentiality means only authorized person can access the data and prevents unauthorized modification. നോക്കാം, എന്താണ് ഇൻറ്റഗ്രിറ്റി?
ഇൻ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ ആക്യുറേറ്റ് ആയിരിക്കണം, അതായത് കൃത്യത ഉള്ളതായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, വിശ്വസനീയമായിരിക്കണം, ട്രസ്റ്റ് വർത്തി. പിന്നെന്തായിരിക്കണം? ഫ്രീ ഫ്രം ടാമ്പറിങ്, കൃത്രിമം ചെയ്യപ്പെടാത്ത ഒന്നായിരിക്കണം. ആൻഡ് ഫ്രീ ഫ്രം ടാമ്പറിങ്. ഈ കൺസെപ്റ്റാണ് ഇൻ്റഗ്രിറ്റി. ആ ഡാറ്റ ആക്യുറേറ്റ് ആയിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, ആൻഡ് ഫ്രീ ഫ്രം ടാമ്പറിങ്. എന്താണ് അവൈലബിലിറ്റി? എപ്പോഴാണ് ഓതറൈസ്ഡ് യൂസർ ഒരു ഡാറ്റ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ആ ഡാറ്റ ആക്സസിബിൾ ആയിരിക്കണം, അതാണ് അവൈലബിലിറ്റി. എപ്പോഴാണ് ഓതറൈസ്ഡ് യൂസർ ഡാറ്റ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ആ ഡാറ്റ ആക്സസിബിൾ ആയിരിക്കണം, അതാണ് അവൈലബിലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻ്റഗ്രിറ്റി, അവൈലബിലിറ്റി, CIA. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻ്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഇത് മൂന്നും ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ 3 പില്ലേഴ്സാണ്, 3 തൂണുകളാണ്. ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ 3 തൂണുകളാണ് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻ്റഗ്രിറ്റി, അവൈലബിലിറ്റി, CIA. അത് നമ്മോട് ചോദിച്ചത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ ആക്സസ് ദി ഡാറ്റ ആൻഡ് പ്രിവെൻസ് അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, കോൺഫിഡൻഷ്യാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാരഫഡ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇൻസ്റ്റാഗ്രാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഈസ് പാർട്ട് ഓഫ് ഡാഷ് സിൻസ് 2012. ഓപ്ഷൻ എ ഫേസ്ബുക്ക്, ഓപ്ഷൻ ബി ട്വിറ്റർ, ഓപ്ഷൻ സി വാട്സാപ്പ്, ഓപ്ഷൻ ഡി ടെലഗ്രാം. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? 2012 മുതൽ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ പാർട്ടാണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ഫേസ്ബുക്ക്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൻ്റെ പാർട്ടാണ്. ഫേസ്ബുക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് മെറ്റ. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനാണ് മാർക്ക് സുക്കർബർഗ്. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ഫേസ്ബുക്ക്. ഓക്കെ, താങ്ക് യു.